അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വാ കേട്ടോ. കണ്ടോ, ആദ്യം നമ്മൾ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇതെന്നാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കോവീസാണ്. കോവീസ് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് പുറകെ കാണാം. തക്കാളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്. കണ്ടോ, നത്തോലി അഥവാ കൊഴുവ, ആറ്റിലെ കൊഴുവയാണ് ആ കാണുന്നത്. അപ്പോൾ ആറ്റിലെ കൊഴുവയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു ടേസ്റ്റോട് കൂടിയുള്ള കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ചെറിയ 2 ടീസ്പൂണ് മുളക് പൊടി നമ്മളിട്ടു. എരിവ് കുറച്ച് വേണ്ടവർ എരിവ് കുറച്ചിട്ടാൽ മതി കേട്ടോ. അതിൻ്റെ പകുതി മല്ലിപ്പൊടി, 2 സ്പൂൺ എടുത്താൽ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ തക്കാളി ഇട്ടു. അതിലേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കടുക് താളിക്കൊന്നുമില്ല, എല്ലാം കൂടെ അവത്തിലേക്ക് ഇടുവാണ്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ നമുക്ക് ഊരിയിടാം. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. അവരവരുടെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളിയാണേ. കുടംപുളിയും കൂടെ ഒത്തിരി പുളി വേണ്ട, നമ്മൾ തക്കാളി ഇട്ടുകൊണ്ട്. പിന്നെ പുളി ഒത്തിരി വേണ്ടവർക്ക് കൂടുതലായിട്ട് തന്നെ ഇടാം. ഞങ്ങൾക്ക് കുറച്ച് പുളി മതി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇനി ഞാൻ തിളച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യും. തേങ്ങായി ഒന്നും വേണ്ട. നല്ല എരിവിലുള്ള നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കാര്യം മീനും കൂടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആവശ്യത്തിന് നമുക്ക് പറ്റിച്ചെടുക്കുവാണ്. നമ്മൾ ആദ്യം ഇടുന്നത് കോവീസാണ്. കോവീസ് നമ്മൾ നീളത്തിൽ നത്തോലി പോലെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുക കേട്ടോ. അതുകൊണ്ട് നത്തോലി ഏതാ, കോവീസ് ഏതാ? നത്തോലി എന്ന് വെച്ചാൽ ചൂടൻ കൊഴുവ, ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ എന്ന് പറയും. ആറ്റിലെ കൊഴുവയാണിത്, കടലിലെ അല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കൊഴുവയ്ക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഭയങ്കര നെയ്യാണ്. കയ്യിലൊക്കെ നന്നായിട്ട് നെയ്യ് വരും. അതൊരു ചെറിയൊരു പ്രശ്നം. അത് തിന്നുന്നവർക്കല്ല പ്രശ്നം കേട്ടോ, വെട്ടുന്നവർക്കാണ് പ്രശ്നം. സോപ്പിട്ടൊക്കെ കഴുകി കളഞ്ഞ്. പിന്നെ എന്നാന്ന് പറഞ്ഞാലും മീനിൻ്റെ മണം, ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഉളുമ്പ് മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരിതല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോണത് വേറെ ഒന്നുമല്ല, നത്തോലിയാണ്. തിളച്ച് വന്നപ്പോൾ ഒരു ശകലം വെള്ളം കൂടെ കൂടിയെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല, ഈ കോവീസും ഇതിൻ്റെയൊക്കെ കൂടിയാകുമ്പോൾ വെള്ളം കുറച്ചുകൂടെ കൂടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളി കൂടുതലാണ്, അതുകൊണ്ട് 1 പുളി എടുത്ത് മാറ്റി. ഇനി നമുക്ക് നത്തോലി ഇട്ട് കൊടുക്കാം. നമ്മൾ നത്തോലി ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം നത്തോലി അധികം കട്ടിയില്ലാത്ത മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോവും, തിളച്ച് വരുമ്പോഴേ വേകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പറ്റിച്ചെടുക്കാനുള്ള കറിയാണ്. നമുക്ക് വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മിനിമം, 5-3 മിനിറ്റ് കൊണ്ട് കറി നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ ടൈം നോക്കി ഒരു 3.5 മിനിറ്റ് എടുത്തുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണ്ടാത്തവർ ഒഴിക്കണ്ട കേട്ടോ. വേണ്ടവർ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് ഒരു ശകലം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി റെഡി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇത്. വെട്ടുക, അരിയുക ഇതുള്ള ഒരു പാടേ ഉള്ളൂ. കറി വേകാനായിട്ട് അത്ര വലിയ സമയമൊന്നും വേണ്ട. നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ് കേട്ടോ. നോക്കിക്കേ, പെട്ടെന്ന് നന്നായിട്ട് പറ്റി കിട്ടി കണ്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.